ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴിലും മലയാളത്തിലുമായി സമീപകാലത്ത് തിയേറ്ററിലെത്തിയ 10 സിനിമകളുടെ കളക്ഷൻ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. മലയാളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 5 സിനിമകൾ മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറുന്നത് നരിവേട്ട തന്നെയാണ്. ടോവിനോ തോമസ് നായകനെ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് മെയ് 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ നരിവേട്ട എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനുമായി മുന്നേറ്റം തുടരുകയാണ്. ഈ സിനിമ ബുക്ക് മൈ ഷോ വഴി 24 മണിക്കൂറിനുള്ളിൽ 55,740 ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടത്. മൂന്നാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 2,15,00,000 രൂപയാണ്. ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 3 ദിവസം കൊണ്ട് 5,53,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 11 കോടി റേഞ്ചിലുമാണ്. മോഹൻലാൽ, ശോഭന എന്നിവർ പ്രധാന താരങ്ങളെ തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ 25 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ സിനിമയാണ് തുടരും. ഈ സിനിമയുടെ 31 ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,10,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. തുടരും എന്ന മോഹൻലാൽ ചിത്രം ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ബുക്ക് മൈ ഷോയിലൂടെ 22,620 ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടത്. ഈ സിനിമ ഈ വാരം കേരളത്തിൽ, അതായത് വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ 3 ദിവസം കൊണ്ട് 2,40,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ ഈ സിനിമയുടെ 31 ദിവസത്തെ കേരള കളക്ഷൻ 117 കോടി രൂപയുമാണ്. വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 230 കോടിക്കടുത്ത് ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ നായകനായി ഇന്ദ്രനിൽ, ഗോപികൃഷ്ണൻ, രാഹുൽജി എന്നിവർ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് മെയ് 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഈ സിനിമ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 17,240 ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടത്. സിനിമയുടെ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,73,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 3 കോടി റേഞ്ചിലുമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് സംബന്ധമായ വിവരങ്ങളും നിർമ്മാതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപ്രകാരം 4,50,00,000 രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ്. ദിലീപിന്റെ 150ാമത്തെ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് 9 തിയേറ്ററിലെത്തിയത്. ഷാരീസ് മോഹന്റെ തിരക്കഥയിൽ നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദീഖ്, ബിന്ദു പണിക്കർ, ജോണി ആന്റണി, മഞ്ജു പിള്ള, ഉർവശി എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ ബുക്ക് മൈ ഷോയിലൂടെ 16,540 ടിക്കറ്റാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വിറ്റഴിക്കപ്പെട്ടത്. സിനിമ ഈ വാരത്തിൽ, അതായത് വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ 3 ദിവസം കൊണ്ട് 1,61,00,000 രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത്. 17 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 14,25,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 21 കോടിയും കളക്ട് ചെയ്തിട്ടുണ്ട്. മെയ് 8 വ്യാഴാഴ്ച തിയേറ്ററിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് പടക്കളം. നവാഗതനായ മനു സ്വരാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ, സന്ദീപ് പ്രദീപ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഈ സിനിമ കഴിഞ്ഞ 24 മണിക്കൂറിൽ ബുക്ക് മൈ ഷോ വഴി 14,170 ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടത്. ചിത്രം ഈ വാരത്തിൽ, അതായത് വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 1,32,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രം 18 ദിവസം കൊണ്ട് 10 കോടിക്ക് മുകളിലാണ് കേരള കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 14,15 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. നവാഗതനായ അഭിഷാം ജീവന്ത് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. ശശികുമാർ, സിമ്രാൻ എന്നിവർ പ്രധാന താരങ്ങളായി അഭിനയിച്ച ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി ആദ്യ 25 ദിവസം കൊണ്ട് 58,90,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 14 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 83 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. മെയ് 16 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് മാമൻ. സൂര്യ നായകനായി പ്രശാന്ത് പാണ്ഡ്യരാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രാജകിരൺ, സ്വാസിക, ബാലശരവണൻ, ബാബഭാസ്കർ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയുടെ 10 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ 25,70,00,000 രൂപയാണ്. മെയ് 16 തിയേറ്ററിലെത്തി മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറുന്ന മറ്റൊരു തമിഴ് സിനിമ DD നെക്സ്റ്റ് ലെവലാണ്. എസ് പ്രേമാനന്ദ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സന്താനം, സെൽവരാഘവൻ, ഗൗതം വാസുദേവാനോൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ ആദ്യ 10 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 17 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 23 കോടി രൂപയുമാണ്. വിജയ് സേതുപതി നായകനായി അർമുഖകുമാർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മെയ് 23 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഏയ്സ്. രുക്മിണി വസന്ത്, BS അവിനാശ്, യോഗി ബാബു എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച തമിഴ്നാട്ടിൽ 92,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. രണ്ടാം ദിവസമായ ശനിയാഴ്ച 1,12,00,000 രൂപയും മൂന്നാം ദിവസമായ ഞായറാഴ്ച 1,22,00,000 രൂപയുമാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് 3,26,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത്. സൂര്യ നായകനായി കാർത്തിക് സുബ്രാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തി മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത് പരാജയം ഏറ്റുവാങ്ങിയ സിനിമയാണ് റെട്രോ. ഈ സിനിമ തമിഴ്നാട് ഫൈനൽ കളക്ഷനായി 49,70,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ യഥാർത്ഥ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 97 കോടി രൂപയുമാണ്. അതേസമയം ബിസിനസ്, തിയേറ്റർ കളക്ഷൻ ഉൾപ്പെടെ ഈ സിനിമ 230 കോടിയോളം നേടിയിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.